അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാഫിദ് ഓതിയ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശു ഫീ മനാകിബിഹാ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകൾ വിശദീകരിക്കുകയാണ്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ, ഭൂമിയെ അവൻ നിങ്ങൾക്ക് താമസയോഗ്യവും സഞ്ചാരയോഗ്യവുമാക്കി. അല്ലാഹു തആല ഭൂമിയിൽ താമസിക്കാം, ഭൂമിയിൽ സഞ്ചരിക്കാം. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, ഭൂമിയെ നിങ്ങൾക്ക് സഞ്ചാരയോഗ്യവും വാസയോഗ്യവുമാക്കിയിട്ട് അള്ളാഹു മാറ്റിയിട്ടുണ്ട്. ഫംശു ഫീ മനാകിബിഹാ, ആ ഭൂമിയുടെ ഭാഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സഞ്ചാരം, സീറൂ ഫിൽ അർള്, ഭൂമിയിലൂടെ നടക്കണം, സഞ്ചരിക്കണം എന്ന് ഖുർആനിന്റെ നിർദ്ദേശമാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ലൗ യഅലമുന്നാസു റഹ്മത്തല്ലാഹി ലിൽ മുസാഫിർ, ഒരു യാത്രക്കാരന് അല്ലാഹു തആല ചെയ്യുന്ന റഹ്മത്ത് ജനങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ലഅസ്ബഹന്നാസു അലാ ലഹരി സഫർ, എല്ലാ ദിവസവും ജനങ്ങൾ യാത്ര പോകും. ഫഇന്നല്ലാഹ ബിൽ മുസാഫിരി റഹീം, മുസാഫിറിന് അങ്ങേയറ്റത്തെ കരുണ അള്ളാഹു ചെയ്യുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാഫിറു തഗ്നമു, നിങ്ങൾ യാത്ര പോയിക്കോളി, നിങ്ങൾക്ക് നേടാനുള്ളതൊക്കെ നേടാം എന്നാണ് സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചത്. യാത്രക്കാരന് അല്ലാഹു തആല വലിയ റഹ്മത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഖുർആനിന്റെ പല ആയത്തുകൾ പരിശോധിച്ചാൽ കാണാം. നോമ്പ് നിർബന്ധമാക്കിയ സന്ദർഭം അല്ലാഹു പറഞ്ഞു, ഫമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ നുഖർ, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ നുഖർ. നിങ്ങൾ രോഗികളാണോ, നിങ്ങൾ യാത്രക്കാരാണോ എങ്കിൽ റമളാനിൽ നോമ്പ് പ്രയാസാണെങ്കിൽ മറ്റൊരു സമയത്ത് ആ എണ്ണം കണക്കാക്കി നോമ്പെടുത്താൽ മതി എന്ന്. അപ്പൊ നോമ്പുകാരന്റെ അവിടെ ഇടപെട്ടു. അതേപോലെ തന്നെ ഒളുവിനെ പറ്റി പറഞ്ഞപ്പോ, വെള്ളം കിട്ടാത്ത സന്ദർഭങ്ങൾ യാത്രയിൽ ഉണ്ടാകും. വഇൻ കുൻതും മർള ഔ അലാ സഫരിൻ, എന്നല്ലായത് നിങ്ങൾ രോഗികളാണെങ്കിൽ അല്ലെങ്കിൽ യാത്രക്കാരാണെങ്കിൽ ഫതയമ്മമു സഈദൻ തയ്യിബ, നിങ്ങൾക്ക് നല്ല മണ്ണ് എടുത്ത് തയമ്മും ചെയ്യാം. അപ്പൊ യാത്രയിൽ വെള്ളം കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അവിടെ ഒളു എടുക്കണ്ട, അപ്പൊ തയമ്മും ചെയ്താൽ മതി എന്ന്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഇബാദത്തുകളൊക്കെ അല്ലാഹു തആല പറയുമ്പോഴും ഈ യാത്രക്കാരെ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നല്ലാഹ ബിൽ മുസാഫിരി റഹീം, അല്ലാഹു തആല മുസാഫിറിന് റഹീമാണ്, കരുണ ചെയ്യുന്നവനാണ് എന്ന്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ രാത്രി യാത്ര പോകണം. ഫഇന്നൽ അർള തുത്വാ ബില്ലൈലി വലാ തുത്വാ ബിന്നഹാർ, രാത്രി അഥവാ സുബഹിയുടെ മുമ്പുള്ള പുലർച്ചെ ടൈം, ആ ടൈമിൽ നിങ്ങൾ യാത്ര പോകണം. അപ്പൊ ഭൂമി അല്ലാഹു തആല ചെറുതാക്കുന്നുണ്ട് എന്ന്. ഭൂമി ചെറുതാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ചെറുതാക്കുന്നുണ്ട് എന്നാവാം, അല്ലെങ്കിൽ ചെറുതാക്കുന്ന ഒരു ഫീല് അത് കിട്ടും എന്ന്. അതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പുലർച്ചെയുള്ള യാത്രയാകണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ലത് മൂന്നാള് കൂടി യാത്ര പോകലാണ്. അർറാക്കിബു ശൈത്താനുൻ വറാക്കിബാനി ശൈത്താനാനി വസലാസത്തു റക്ബുൻ, ഒറ്റക്ക് യാത്ര പോകുന്നവൻ ഒരു ശൈത്താനാണ്, രണ്ടാളുണ്ടെങ്കിൽ രണ്ട് ശൈത്താന്മാരാണ്, മൂന്നാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവരൊരു സംഘമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിനിമം മൂന്നാള് വേണമെന്ന് പറയുന്നത്, ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയാളടുത്ത് കാവല് നിൽക്കാൻ ഒരാളും അയാൾക്ക് ഭക്ഷണവും ചികിത്സയും ഒരുക്കാൻ വേറൊരാളും വേണ്ടേ?
അപ്പൊ ആ നിലക്കാണ് മൂന്നാളുണ്ടെങ്കിൽ അവർ സംഘമാണ്. അങ്ങനെ മൂന്നാളുകളോ അതിലപ്പുറമുള്ള ആളുകളോ ഒരു സംഘമായിട്ട് യാത്ര പോകുകയാണെങ്കിൽ ഒരാള് അമീറാകണം, ഒരാള് ജാഥ യാത്രാ നായകനാകണം എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു അറാബിയോട് ചോദിച്ചു, മൽ ഗിബ്തത്തു, അസൂയപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? അപ്പൊ അദ്ദേഹം പറയാണ്, ലുസൂമുൽ വത്തനി മഅൽ കിഫായ, പൈസ ഉണ്ടെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കുക, ഇതാണ് അസൂയപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ നിഅമത്ത്. അത് ശരി തന്നെയല്ലേ? പൈസ ഉണ്ടോ, പൈസ ഉള്ളതോടുകൂടെ നാട്ടിൽ തന്നെ നിൽക്കാണ് അസൂയപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ നിഅമത്ത്. എല്ലാരും പ്രവാസിയാവണത് എന്തുകൊണ്ടാ? കിഫായത്ത്, മക്കൾക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള പൈസന്റെ കുറവ് കൊണ്ടാണ് എല്ലാരും പ്രവാസിയാകുന്നത്. അതുകൊണ്ട് അസൂയപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? ലുസൂമുൽ വത്തനി മഅൽ കിഫായ, പൈസയുള്ളതോടുകൂടെ നാട്ടിൽ തന്നെ നിൽക്കലാണ് അസൂയപ്പെടാൻ പറ്റുന്ന നിഅമത്ത് എന്നാണ് അറാബി പറഞ്ഞത്. വേറൊരു അറാബി യാത്രക്ക് ഒരുങ്ങിയപ്പോ ഭാര്യ കരയാണ്. ഭാര്യ കരഞ്ഞിട്ട് പറയാണ്, ഭാര്യ കരഞ്ഞപ്പോ അറാബി ഭാര്യയോട് പറയാണ്, ഉദ്ദിസ്സിനീന ലിഗൈബതി വതസബ്ബരി വദരി ശുഹൂറ ഫഇന്നഹുന്ന കിസാറു. ഭാര്യയോട് ഇയാള് പറയാണ്, ഭാര്യ കരയാണ് ഇയാൾ യാത്ര പോയപ്പോ, ഉദ്ദിസ്സിനീൻ, കൊല്ലങ്ങൾ എണ്ണിയാൽ മതി, ഞാൻ പോയാല് നീ കൊല്ലം എണ്ണിയാൽ മതി, വദരി ശുഹൂറ, മാസം എണ്ണാൻ നിൽക്കണ്ട, ഫഇന്നഹുന്ന കിസാറു, മാസം കൂടുതലുണ്ട്, വർഷം കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഏത് എണ്ണിയാ മതി? നിങ്ങൾ നാട്ടിൽ പോകാൻ ആഴ്ചയല്ലേ എണ്ണ, ദിവസം എണ്ണീട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാൻ കഴിയുമോ? അപ്പൊ ദിവസം എണ്ണീട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ കഴിയൂല. അപ്പൊ അദ്ദേഹം പ്രവാസിയാവാൻ പോകുകയാണ്. അദ്ദേഹം ഭാര്യയോട് പറയുന്നത്, ഉദ്ദിസ്സിനീന ലിഗൈബതി വതസബ്ബരി, ഞാൻ പോയാൽ നീ കൊല്ലം എണ്ണിയാൽ മതി, എന്നിട്ട് നീ ക്ഷമിച്ച് ഇവിടെ ഇരുന്നാ മതി, മാസം എണ്ണാൻ നിൽക്കണ്ട, മാസം കൂടുതലുണ്ട് എന്ന് അറാബി പറഞ്ഞപ്പോ ഓള് തിരിച്ചു പറയാണ്, ഫദ്കുർ സബാബതനാ ഇലൈക വശൗഖനാ വർഹം ബനാതിക ഇന്നഹുന്ന സിഗാറു. നിങ്ങൾ പോകുമ്പോ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടവും ഞങ്ങൾ നിങ്ങളെ ആശ്രയിക്കുന്നതും അത് നിങ്ങളൊന്ന് ഓർക്കണം. വർഹം ബനാതിക ഇന്നഹുന്ന സിഗാറു. നിങ്ങളെ ഈ പെൺകുട്ടികൾ ഉണ്ടല്ലോ, ചെറിയ പെൺകുട്ടികള്, അവരോട് ഒരു കരുണ നിങ്ങൾക്ക് വേണം, അവര് ചെറിയവരാണ്, അവരെ ഓർക്കണം എന്ന് പറയലും അയാള് ആ പോകാൻ വെച്ച ഷർട്ടും കുപ്പായും എല്ലാം അവിടെ ഊരി ഞാൻ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ ഈ എയർപോർട്ടിലൊക്കെ ഉള്ള ആ സന്ദർഭത്തില് അവിടുന്ന് യാത്ര പറയുമ്പോ ആ കെട്ടിപ്പിടിച്ചുള്ള കരച്ചിലും മക്കളെയും ഭാര്യയുടെ ഒക്കെ കരച്ചിലൊക്കെ കാണുമ്പോ ഇനി ഇതിന്റെ ലാസ്റ്റ് പോക്കാണ്, ഇനി ഞാൻ പോവൂല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഓരോ പ്രവാസിയും അവിടുന്ന് ഫ്ലൈറ്റ് കയറല്. പക്ഷെ അതൊരു പറച്ചില് മാത്രമായിട്ട് ഒതുങ്ങും. നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരുടെയും വിഷയം കിഫായത്ത്, അത് വേണം. മഅ്മൂൻ രാജാവ് പറയാണ് യാത്രയെ പറ്റിയിട്ട്, ലാ ശൈഅ അലദ്ദ മിനസ് സഫരി ഫീ കിഫായത്തിൻ വ ആഫിയ. പൈസയും ആഫിയത്തും ഉണ്ടെങ്കിൽ, പൈസയും ആഫിയത്തും ഉണ്ടെങ്കിൽ യാത്രയേക്കാൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒന്നുമില്ല. ഫഇന്നക തഹില്ലു കുല്ല യൗമിൻ ഫീ മഹല്ലത്തിൻ ലം തൻസിൽ ഫീഹാ. ഇതുവരെ നീ പോകാത്ത സ്ഥലങ്ങളിലേക്കാണ് നീ ഓരോ സ്ഥലത്തും പോയി ഇറങ്ങുന്നത്. വതുആശിറു ഖൗമൻ ലം തഅരിഫുഹും. നിനക്കറിയാത്ത ഒരുപാട് ജനങ്ങളുമായിട്ടുള്ള ആശയ സമ്പർക്കവും പരിചയവും നിനക്കുണ്ടാകാണ്. അതുകൊണ്ട് പൈസയും ആഫിയത്തും ഉണ്ടെങ്കിൽ യാത്രയേക്കാൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വേറൊന്നില്ല എന്ന് മഅ്മൂൻ രാജാവ് ഒരിക്കൽ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ഈ യാത്രയുടെ കാര്യവും അല്ലാഹു തആല യാത്രക്കാർക്ക് ചെയ്യുന്ന കരുണയുമൊക്കെ. ഒരു അറാബിയോട് ഒരാൾ പറഞ്ഞു, അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്. യാത്ര എന്ന് പറഞ്ഞാൽ അത് അദാബിന്റെ ഒരു കഷ്ണാണ്. അപ്പൊ അയാൾ പറഞ്ഞു, അങ്ങനല്ല, അല്ല അദാബു ഖിത്അത്തും മിന സഫരി എന്ന് പറയും, അദാബാണ് യാത്ര എന്ന് പറയും, യാത്ര അദാബാണ് എന്ന് പറയല്ലേ, അദാബാണ് യാത്ര എന്ന് തിരിച്ചു പറയുമെന്ന് അറാബി അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ യാത്ര
ചിലപ്പോൾ അത് സുഖകരമാകും, ചിലപ്പോൾ അത് മഷക്കത്താകും. അങ്ങനെ യാത്രയിൽ വലിയ മഷക്കത്തുകൾ ഉണ്ടായത് കൊണ്ടാണ് ജംഉം കസറും ഒക്കെ വെച്ചിരിക്കുന്നത്. ലൊഹറിന്റെ സമയത്ത് ലൊഹർ നിസ്കരിക്കാൻ കഴിയൂല, അപ്പൊ ലൊഹറിനെ അസറിന്റെ ടൈമിൽ കൊണ്ടുപോയി നിസ്കരിക്കുക. അസറിന്റെ സമയം മൊത്തം യാത്രയിലായിരിക്കും, ചിലപ്പോൾ നിസ്കരിക്കാൻ റെസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അസറിനെ ലൊഹറിന്റെ സമയത്ത് ഇങ്ങോട്ട് 1 മണിക്ക് കൊടുത്തിട്ട് അസറും നിസ്കരിക്കാം, 5 മണിക്ക് ലൊഹർ നിസ്കരിക്കാം, അതുപോലെ തന്നെ 1 മണിക്ക് അസറും നിസ്കരിക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻ വെച്ചിരിക്കുകയാണ്. റക്അത്തുകൾ കൂടുതൽ ഉണ്ടാകുമ്പോ അപ്പോ ആ റക്അത്തുകൾ മുഴുവൻ നിസ്കരിക്കാൻ പ്രയാസമാകും എന്ന് കണ്ടപ്പോ 4 റക്അത്തുള്ളതിനെ 2 റക്അത്താക്കിയിട്ട് കസറാക്കാനുമുള്ള ഓപ്ഷൻ യാത്രയിലുള്ള പ്രയാസം മാനിച്ചിട്ട് അല്ലാഹു തആല വെച്ചിരിക്കുന്നതാണ്. അല്ലാഹു അവന്റെ ദീന് മനസ്സിലാക്കാനും അവനെ പറ്റി പഠിക്കാനും വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്താനുമുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ സദർ ഉസ്താദിന്റെ ഭാര്യയുടെ വല്ലിമ്മയുടെ ആണ്ട് ദിവസമായിരുന്നു ഇന്നലെ. കുട്ടികൾക്ക് സ്പെഷ്യൽ പലഹാരമൊക്കെ കൊടുത്തു. അല്ലാഹു അവർക്ക് സമ്പൂർണ്ണ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.